ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂവായിലെ. ആ പെണ്ണ് ഇതൊക്കെ നനക്കാല പെണ്ണിന് സ്കൂളിൽ നമ്മൾ ഈ പെണ്ണിന് പെണ്ണെടുക്കൂല. പെണ്ണ് മൊബൈൽ മോശമായിട്ട് ഇരിക്കും. പെണ്ണ് ഇതൊന്നും ഇടയ്ക്ക് എടുത്ത് ചെയ്ത് നോക്കി. എന്നാൽ ഈ വയസ്സിൽ ഞാൻ അതൊക്കെ നനക്കാൻ നിൽക്കണം. ഒക്കെ കരിഞ്ഞു അല്ലാടാ, ഞാൻ ആടിനെ കുളിപ്പിക്കാണ്. പോത്താണെങ്കിൽ ഇത് കണ്ടാണ് ചെടി. എനിക്ക് ആളുകൾ ചോദിച്ചിട്ട് വേണം. എന്താ പോനെ തോണ്ടാൻ വേണ്ടി ഒന്നാവൂലേ? എന്തോ ഉദ്ദേശിച്ച് വന്നതാണ്. അതിന്റെ അവിടെ കൈ പൈസ എന്താണ്? ഓനെ 100 ചുറ്റുപാടാണ്. എനിക്ക് പൈസ ഞങ്ങൾ അങ്ങോട്ടും ഇടപാടുള്ള ആൾക്കാരാണ്. എന്താ പോനെ വിളിക്കണോ? നിന്റെ ഉദ്ദേശം എനിക്ക് അറിയടാ. എനിക്ക് നേരം വൈകുന്നേരം നമ്മളെ തൂരി ചില കെട്ടേണ്ടി വരും. എനിക്ക് അത്യാവശ്യം വിളിക്കോ? മോള് ഏട്ടനോട് വേഗം വരാൻ പറയും. ഷാജിയോടെ കാത്തിട്ടുണ്ട്. ഒന്ന് വെല്ല പറയാ മോളെ. നാട്ടിൽ മൊത്തം കേൾക്കുന്നുണ്ട്. കേറിക്കോ. ഷാജിയേട്ടൻ എന്താണ്? എന്താ അത്യാവശ്യം? ഉണ്ണിയെ എനിക്ക് 1000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. 1000 രൂപ എടുക്കാം. അപ്പൊ ഷാജിയേട്ടൻ ഞങ്ങൾ വാങ്ങിയ പൈസ ഒക്കെ ഇല്ല. കുഞ്ഞ് എപ്പോഴാ തരാ? എനിക്ക് ഒന്നല്ല കേൾക്കണ്ട്. വലിയ ഓലൊക്കെ കിട്ടും. അവൻ്റെ ഒരു വാങ്ങല് മാത്രം കൊടുക്കുന്ന അരിയോടെ എടുത്തില്ല. വെറുതെ കൊടുക്കാൻ നിൽക്കണ്ട. അത്യാവശ്യമാണ്. ഞാൻ കുടുങ്ങിയിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. 1000 രൂപ കൊണ്ടാ. നിങ്ങളിപ്പോ അത്ര മെച്ചൊന്നും ഇല്ലല്ലോ. കൊറേ കൊടുത്തില്ലേ? കൊറേ ആൾക്കാർ തരാല്ലേ? ഞാനും കുറച്ചൊന്ന് കൊടുത്തു നോക്കട്ടെ. അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് പൈസ ഇവിടെ കൊണ്ടുപോയി തരണം. അത്യാവശ്യമുള്ളതാണ്. എന്നാണ് ഞാൻ തരാം. ഒരു കാര്യം ആലോചിച്ചോ. ഇന്നെ കണ്ട് പഠിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇങ്ങനെ ആയത് അതുപോലെ കൊടുത്ത് അങ്ങനെ ആയതാണ്. ആ ഇത് എനിക്ക് വരണ സൂക്ഷിച്ചോ. അച്ഛൻ പറഞ്ഞു നോക്കണ്ട. ഞാൻ ഒരാഴ്ചനുള്ളിൽ എന്തായാലും ഒക്കെ തന്നു തരും. അങ്ങനെയാണല്ലേ അനാമിക? ഏട്ടന്റെ പേഴ്സിലുള്ള പൈസ 5000 ഓ 5000 ഓലൊക്കെ ഉണ്ടാവും. 5000 അവിടെ. പക്ഷെ അടുത്ത ആഴ്ച ആനുവൽ ഡേ ആണ് സ്കൂളില്. അപ്പൊ ഡ്രസ്സും സാധനങ്ങളും വാങ്ങാനുള്ള പൈസ ഒക്കെ അടുത്ത ആഴ്ച വേണം. കിട്ടിയില്ലെങ്കിൽ ഇവിടെ കച്ചറയാണ്. ആ പൈസ അച്ഛന്റെ അടുത്ത് ചോദിച്ചു. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അച്ഛനായാലും മകനായാലും എനിക്ക് പൈസ കിട്ടണം അടുത്ത ആഴ്ച. നിർബന്ധമാണ്. ഷാജേട്ടാ പറഞ്ഞു കേട്ടില്ല? അടുത്ത ആഴ്ച ഇവിടെ ആനുവൽ ഡേ ആണ്. അതിനുള്ള പൈസയാണ്. പിന്നെ ഞാൻ അച്ഛന്റെ മാരിയാവില്ല. അത് കറക്റ്റ് കിട്ടേണ്ട ഒരു പൈസ കേട്ടോ. കൊണ്ടുപോയി ഷാജിന്റെ പൈസ ഫുള്ളും തന്നാൽ തീർക്കും ഒരാഴ്ചനുള്ളിൽ. ഷാജിന്റെ വാക്ക് ഷാജിന്റെ കോപ്പാണ്. ഇത് കിട്ടിയാ കണ്ടോ? അതന്നെ ഓനെ കണി കൊണ്ട് കാണിക്കും. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ പത്രം വായിച്ചെങ്ങനെ ഇരുന്നോളിന്റെ ആനുവൽ ഡേ ഡാൻസിന്റെ പൈസ നിങ്ങൾ തരാന്ന് പറഞ്ഞല്ലേന്നോ? ഏട്ടനോട് ചോദിച്ച പൈസ ഏട്ടൻ തരും. പൈസ ഏട്ടനായാലും അച്ഛനായാലും ആരായാലും നിങ്ങൾ നാട്ടുകാർക്ക് ഇങ്ങനെ പൈസ എടുക്കണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും പൈസ ഇട്ടില്ല. ഏട്ടന്റെ പൈസ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ കാത്തുക സാധനം വാങ്ങാനുള്ളേ. ആ ഷാജീനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കൊടുക്കണില്ല. ആ ചെങ്ങായ ഒരു ഉടായ്പ്. അച്ഛനോട് അച്ഛനും മകനും കണക്കാരടുത്തും പൈസ ഇല്ല ഇപ്പൊ തരാനുള്ളേ. ആ ഷാജിയേട്ടൻ വരുന്നുണ്ടല്ലോ. കഴിച്ചില്ലായല്ലോ. ഓ ഞാൻ അനാമികന്റെ പൈസ കൊടുക്കാലോ. ഉണ്ണിയെ ഞാൻ എന്റെ പൈസ തരാൻ വേണ്ടി പോന്നാ. ഓ ഇത് ഭയങ്കര കച്ചറയെന്ന് പറയുന്നത്. ഞാൻ 4500 ഞാൻ അടുത്താഴ്ച തരട്ടോ. 500 5000 വാങ്ങിട്ടോ. ഒരേറ്റ അടിയാണ് തരും ഞാന്. എന്റെ മോനെ ഞാൻ അന്നേ പറഞ്ഞില്ലേ കൊടുക്കണം. അവന് കൊടുക്കുന്നുള്ളു. ഇപ്പൊ എന്തേ പാഠം പഠിച്ചോ? ഷാജേട്ട വന്നാ അതിന്റെ പൈസ ആണ് തരാട്ടോ. 500 ഇയാളെ ഞാൻ ഇവിടെ ഒരു വടിയും കാണില്ല. എന്താ ഷാജേട്ടൻ നിളങ്ങിട്ട് പോണു? എന്തേടി അനാമിക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളെ എന്റെ അടുത്ത് ഡാൻസിനുള്ള പൈസ വാങ്ങിക്കൊണ്ടത് ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ 500 രൂപയും കൊണ്ട് വന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഷാഫി എന്നടാ വന്നേ? ഉണ്ണേ ഞാൻ വന്നിട്ട് 4 ദിവസമായി. അന്നെ അങ്ങാടിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അനാമിക എന്റെ അച്ഛന്റെ ഏട്ടന് കണക്കന്നെ. ഓല് എന്തായാലും ഓലെ കൈക്കല്ലെങ്കിലും എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് എന്തെങ്കിലും ഓല് കൊടുക്കും. ഈ ഒരു കാര്യം ചെയ്ത് വെച്ചോ. എന്റെ പരിപാടി നടക്കട്ടെ കേട്ടോ. ഉണ്ണിയെ ഞാനെ കാണാൻ വന്നേനോ. എന്നാ ഞാൻ പിന്നെ വരാം. അത് നടക്കുള്ളൂ കേട്ടോ. അതൊക്കെ ഓക്കെ. ഇപ്പൊ ഓളെ കാര്യങ്ങൾ നടത്തും. നിങ്ങൾ ഈ നാട്ടുകാരെ സഹായിച്ചു കണ്ടേ അടിക്ക് ഇങ്ങനെ പോണം. അപ്പൊ നടക്കുള്ളൂ. അച്ഛനും മോനും കണക്കാ. എങ്കിലും ഓല മാതിരി ആവാൻ നിക്കണ്ട കേട്ടോ.